കോയമ്പത്തൂരേക്കുള്ള യാത്രയിലാണുള്ളത്. കുറേ കാലമായി വ്ളോഗൊന്നും ചെയ്യാത്തത്. ഓരോരോ കാര്യങ്ങളായിട്ട് വ്ളോഗിലൊന്നും അങ്ങനെ ടൈം കിട്ടിയില്ല. ഞാൻ ഇന്ന് മുതൽ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് വേണം. ഞാൻ ഇവിടുന്ന് ആദ്യമായിട്ട് പോകുന്നത് ആദിയോഗി ശിവ സ്റ്റാച്യു ഇല്ല കോയമ്പത്തൂരുള്ള അവിടത്തേക്കാണ് കേട്ടോ. അവിടെ രാത്രി എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് ലേസർ ഷോ, അതായത് ആടെയുള്ള ആ ഒരു ശിവന്റെ പ്രതിമയിൽ ഫുള്ള് ലൈറ്റിംഗ് ആയിട്ട് ഒരു ലൈറ്റ് ഷോ ഉണ്ട്. എപ്പോഴും 7 മണി മുതൽ 7 വരെ, അങ്ങനെയാണ് ആ ഒരു ടൈം. ഞാനിപ്പോൾ പുറപ്പെടുന്നത് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടെ. ഇപ്പോൾ കോഴിക്കോട് ഏകദേശം എത്താനായി. കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടേക്ക് ഹൈവേ ഒക്കെ 6 വരിപ്പാത കംപ്ലീറ്റ് പണി തീർന്നിട്ടുണ്ട് കണ്ടോ. അപ്പം ഓട്ടോ ഒന്നും ശരിക്കും ഇതിലോട്ട് അലൗഡ് അല്ല, പക്ഷെ ഓട്ടോ ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ 5 മണിയാകുമ്പോൾ കോയമ്പത്തൂർ എത്തുന്നതാണ് ഈ ഒരു മാപ്പിൻ്റെ അകത്ത് കാണിക്കുന്നത്. അപ്പോൾ കോയമ്പത്തൂർ എത്തിയിട്ട് അവിടുന്ന് എങ്ങനെ പോകേണ്ടതെന്നെല്ലാം പറഞ്ഞുതരാം. ബസ്സിനും ട്രെയിനിനും വരാൻ, അതൊക്കെ ഡീറ്റെയിൽസ് ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. കുറേ കാലമായിട്ട് എൻ്റെ വ്ളോഗ് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടൊന്ന് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. ഞാൻ ഹൈവേൻ്റെ ആ ഒരു ഭംഗി കാണിച്ചു തരാം. നോക്കി 6 വരിയാണ്. ഹൈവേ ഉദ്ഘാടനം ആവാത്തതുകൊണ്ട് ടോളൊന്നും സ്റ്റാർട്ട് ചെയ്തില്ല കേട്ടോ. ടോളൊക്കെ അവിടെ ബൂത്തൊക്കെ ഉണ്ട്, ടോൾ ബൂത്ത്, പക്ഷെ അവിടെ നിന്ന് പൈസ വാങ്ങാൻ തുടങ്ങിയിട്ടില്ല. എൻ്റെ മുമ്പിലുള്ള റോഡ് കണ്ടോ, ഇതാണ് നമ്മൾ വാളാഞ്ചേരിക്ക് എത്തുന്നതിന് മുന്നേ ഉള്ള ആ ഒരു വയലിലോട്ട് ഒരു റീൽസിലൊക്കെ കണ്ട റോഡില്ലേ, ആ ഒരു റോഡിൻ്റെ ഇതാണ്. സ്ട്രെയിറ്റ് നോക്കിയാൽ നല്ല അടിപൊളി സീനറിയും റോഡിങ്ങനെ വളഞ്ഞിട്ടുള്ള ആ ഒരു കിട്ടു കാഴ്ചയാണ്. പാലക്കാട് എത്തി. പാലക്കാട് തമിഴ്നാട് ബോർഡർ എത്തി കേട്ടോ. അപ്പം നോക്കിയേ, ഫ്രണ്ടിൽ നോക്കിയേ, ഇത് പാലക്കാട് കോയമ്പത്തൂർ ഹൈവേ ആണ്. ഫ്രണ്ടിൽ നിങ്ങൾ കണ്ടോ വലിയ മലനിര. അടിപൊളി കാഴ്ചയാണ്. 4 വരിപ്പാതയാണ് വാളയാർ ടോൾ പ്ലാസയിനടുക്കുള്ളത്. അപ്പോൾ അവിടുന്ന് ഒരു കിട്ടിലൊരു കാഴ്ചയുണ്ട്, ഒരു മലേൻ്റെ ആ ഒരു വ്യൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. വാളയാർ വടക്കാഞ്ചേരി എക്സ്പ്രസ് ഹൈവേ ടോൾ പ്ലാസയാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡ് ആയിട്ട് കണ്ടോ നല്ല അടിപൊളി മലനിരകൾ കാഴ്ചകൾ. ഇനി ഇവിടുന്ന് 1 മണിക്കൂറുണ്ട് കേട്ടോ നമ്മളെ ആദിയോഗി ശിവ സ്റ്റേഷനിൽ എടുക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു മല കണ്ടുകൊണ്ട് ഇവിടെ നിർത്തിയതാണ്. വാളയാർ ചെക്ക് പോസ്റ്റ് എത്താനായി. അപ്പോൾ ഫ്രണ്ടിലുള്ള കാഴ്ച നോക്കി, ഫുള്ള് മലനിരകളായിട്ട് അടിപൊളി റോഡാണ് കണ്ടോ. meters, keep right to stay on National Highway 544. ഇനി ഇവിടെ ബോർഡ് കണ്ടാണ് കോയമ്പത്തൂരേക്ക് ടോട്ടൽ 25 കിലോമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ 7 മണിക്കാണ് ലൈറ്റിൻ്റെ ആ ഷോ വരുന്നത്. പിന്നെ അവിടെ എത്തുന്നത് ആ സൺസെറ്റ് ടൈം ആയി കഴിഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ചകളായിരിക്കും എന്ന് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പോകുന്ന ആ റോഡിൻ്റെ സൈഡിലൊക്കെ കംപ്ലീറ്റ് മലയാണ്. നോക്കി ആ ഒരു സ്ഥലത്തേക്കുള്ള വഴി നമ്മൾ പക്ഷേ കണ്ടോ കംപ്ലീറ്റ് ബ്ലോക്കാണ്. ഇതൊക്കെ അവിടത്തേക്ക് പോകുന്ന വണ്ടിയാണെന്ന് സംശയമുണ്ട്, കർണാടക വണ്ടിയാണ്. അപ്പോൾ 1 മണിക്കൂറുണ്ട് ഈ ഒരു വഴി സ്ട്രെയിറ്റ് 1 മണിക്കൂർ ഓടണമെന്നാണ് ഈ മാപ്പിൽ കാണിക്കുന്നത് കണ്ടോ. അപ്പം ഇപ്പം 4:48, നമ്മളവിടെ 5:48 എത്തുന്നതാണ് മാപ്പ് പറയുന്നത് കേട്ടോ. 7 മണിക്കാണ് ലൈറ്റ് ഷോ. ഇതുണ്ടോ ഈ ഒരു ബസ്സൊക്കെ നേരെ ആദിയോഗിയിലേക്ക് പോകുന്ന ബസ്സാണ്. KL 53 ബസ്സാണ് കേട്ടോ. ഹൈറ്റ് റെസ്ട്രിക്ഷനുള്ള വഴിയാണ്. മേലോട്ട് ട്രെയിന് പോകുന്നുണ്ടോ. 1/4 മണിക്കൂറായി ബ്ലോക്കിൽ നിൽക്കുന്നത് കേട്ടോ. കംപ്ലീറ്റ് ബ്ലോക്കാണ്. ഈ ബ്ലോക്ക് ആവാൻ കാരണം എന്താ അറിയോ, ഈ വലിയ ബസ് ആ ഒരു ചെറിയൊരു അവർ ഇതുവഴി പോകാൻ പറ്റൂല. ഇവർ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് വന്നതാന്ന് തോന്നും കേട്ടോ, എന്നിട്ട് കുടുങ്ങിയതെന്ന് തോന്നും. അപ്പം ഇതല്ലാണ്ട് വേറൊരു വഴി ഉണ്ടെന്ന് തോന്നും കേട്ടോ. ഷോർട്ട് കട്ട് വേറെ റൂട്ട് ഉണ്ടെന്ന് തോന്നും. അപ്പോൾ ഗൂഗിൾ മാപ്പ് പറ്റിച്ച കേട്ടോ എല്ലാവരും. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ വന്ന റോഡില്ലേ, അത് ഇവിടെ മെയിനായിട്ടുള്ള റോഡ് പണിയെടുക്കുന്നതുകൊണ്ട് ഒരു താൽക്കാലികമായിട്ടുള്ള റോഡാണ് അത് കേട്ടോ. ആ ഒരു ഷോർട്ട് കട്ട് റോഡ് ആ ഒരു മാപ്പ് കാണിച്ചു തന്നെയാണ്. അതിപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ചെറിയ റോഡിലോട്ട് ബ്ലോക്കിലെല്ലാം നിൽക്കേണ്ടി വന്നത്. 1 മാസമായിട്ട് ആ റോഡ് പണിയിലേനും പോലും.
അപ്പോൾ ഇതിപ്പം കണ്ടോ നല്ല വലിയ റോഡ് കിട്ടി. അപ്പോൾ ഇവിടുന്ന് ഇനി 1 മണിക്കൂർ യാത്രയാണ്. അപ്പോൾ ഓടിപ്പിടിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ലൈറ്റിങ് പോകുന്നതിലിടയ്ക്ക് തന്നെ ഒന്ന് അവിടെ എത്തണം, എന്നാലേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഗൈസ് ടൈം 5:10. ഇത് വെസ്റ്റേൺ റിംഗ് റോഡ് എന്ന് പറയുന്ന ആ ഒരു കോയമ്പത്തൂർ ടു ആദിയോഗിയിലേക്ക് പോകുന്ന ആ ഒരു റോഡാണ്. വെസ്റ്റേൺ റിംഗ് റോഡ് എന്നാണ് പേര്. ഇത് കണ്ടോ അടിപൊളി കാഴ്ചയാണ്. സൈഡിലൊക്കെ മലനിരകളും ആ ഒരു സൺസെറ്റ് ടൈമുമായിട്ട് നല്ല കിട്ടു കാഴ്ചയാണ്. പക്ഷേ ഇവിടെ നിർത്തിയിട്ട് കാണിച്ചു തരാൻ സമയമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാപ്പിൽ കാണിക്കുന്നത് 5:52 നമ്മൾ അവിടെ ആദിയോഗിയിൽ ശിവ സ്റ്റാച്യു അവിടെ എത്തുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അപ്പോഴത്തേക്ക് ഡേ ലൈറ്റ് പോയില്ലെങ്കിൽ നമ്മൾ പോയിട്ട് വെറുതെ ആയിപ്പോൾ അവിടുത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് പറപ്പിച്ച് വിടുന്ന കേട്ടോ. കണ്ടോ അടിപൊളി സൺസെറ്റ് ടൈമിൻ്റെ, അതായത് ഈ ഒരു മലേൻ്റെ അപ്പുറമാണ് നമ്മുടെ കേരളം വരുന്നത്. ഇങ്ങോട്ടേക്ക് വരുമ്പം കോയമ്പത്തൂർ ഒരു 3 മണിക്ക് എത്തുന്ന വിധത്തിൽ വന്നു കഴിഞ്ഞാൽ കോയമ്പത്തൂർ ടു ആദിയോഗി ആ റൂട്ടിൽ കുറേ കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ മെല്ലെ മെല്ലെ നിർത്തിക്കൊണ്ട് ആ ഒരു സൺസെറ്റ് ടൈം നമ്മൾക്ക് നിങ്ങൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ലൈറ്റിങ്ങും ആദിയോഗി ലൈറ്റിങ്ങും ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റും. അപ്പോൾ നോക്കിയേ ഇതേപോലെയാണ് റോഡ്, അടിപൊളി റോഡാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ഇഷ യോഗ സെൻറ്ററിൻ്റെ ഇടയ്ക്ക് എത്തി. പക്ഷേ പോകുന്ന വഴി കണ്ടോ, ഇവിടെ നിന്നൊരു 1 കിലോമീറ്ററും കൂടിയുണ്ട്. പക്ഷേ കംപ്ലീറ്റ് ഇതേപോലെ ബ്ലോക്കാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ടും കുറേ വണ്ടി വരുന്നുണ്ട്, ഇങ്ങനെ അങ്ങോട്ടും കുറേ വണ്ടി ബ്ലോക്കാണ് കേട്ടോ കംപ്ലീറ്റ്. അപ്പോൾ ടൈം ഇപ്പം 5:45. ഡേ ലൈറ്റ് ഏകദേശം പോയി തുടങ്ങി. അപ്പം പകൽ വെളിച്ചത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ജസ്റ്റ് ഒരു ലൈറ്റിംഗ് കണ്ടിട്ട് മാത്രം മടങ്ങാൻ പറ്റുമെന്നാണ് തോന്നുന്നത് കേട്ടോ. നോക്കട്ടെ, ഇതിപ്പം അനങ്ങാത്ത ബ്ലോക്കാണ് കേട്ടോ. ഒരു 5 മിനിറ്റത്തോളമായി ഇങ്ങനെ ബ്ലോക്ക്. മാപ്പിൽ കണ്ടോ ഫുള്ള്. ഇവിടുന്ന് നേരെ പോയിട്ട് എൽ ടൈപ്പ് റോഡാണ്, അവിടെ കംപ്ലീറ്റ് ബ്ലോക്കാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കണ്ടോ, ഇതും ആ ഒരു യോഗ സെൻറ്ററിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ആ ഒരു കരിങ്കല്ലിനെ കൊണ്ട് കെട്ടിയിട്ട് കണ്ടോ 10 മിനിറ്റോളം ഇങ്ങനെ ബ്ലോക്കിൽ നിൽക്കുന്നത്. ബ്ലോക്ക് അങ്ങനത്തോളം ഉണ്ട്. പാർക്കിങ്ങിലോട്ടേക്ക് പോകുന്നതാണ്. അപ്പോൾ 30 രൂപ ടിക്കറ്റ് ഉണ്ട് പാർക്കിങ്ങിൻ്റെ. നമ്മൾ ശിവ സ്റ്റാച്യുവിൻ്റെ ബാക്ക് സൈഡിലാണ് എത്തിയത്. നോക്കിയേ ഫ്രണ്ടിൽ കാണാം. ഓ സൂപ്പർ. അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ, ഹൈ റഷാണ്. പാർക്ക് ചെയ്തിട്ട് നമുക്ക് നടന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാം ഗൈസ്. അങ്ങനെ പാർക്കിങ്ങിലെത്തി. ഇതേ ദൂരെ കാണാം ശിവൻ്റെ സ്റ്റാച്യു. അപ്പം പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ്. നോക്കിയേ, ശരിക്കും ഇതൊരു സൗത്ത് ഇന്ത്യയിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിക്കഴിഞ്ഞു കേട്ടോ. അല്ലാതെ ഇത്ര ആൾക്കാർ, ഞാൻ ഇവിടെ ഒരു 5 വർഷം മുമ്പ് വന്നിരുന്നു, 5-6 വർഷം മുമ്പ് വന്നിരുന്നു. പക്ഷെ അന്നേരം ഇത്രയൊന്നും ആൾക്കാരില്ല. ഇപ്പം നോക്കി ആളുകളും വണ്ടിയും കംപ്ലീറ്റ് വണ്ടികളാണ്. എത്രയോ കിലോമീറ്റർ കണക്കിന് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ലാസ്റ്റ്ലി ഇവിടെ ഒരു പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. നോക്കിയേ കംപ്ലീറ്റ് ഇതാണ് പാർക്ക് ചെയ്തിട്ട് ഫുൾ കംപ്ലീറ്റ് ഫിൽഡാണ്. ഏടിയും പാർക്കിങ്ങിന് സ്ഥലമില്ല കണ്ടോ. അപ്പോൾ എങ്ങനെയും ഒരു പാർക്കിംഗ് ഭാഗ്യത്തിന് കിട്ടിയത്. അപ്പോൾ എന്തായാലും ആ ഒരു സ്റ്റാച്യുവിൻ്റെ സ്ഥലത്തേക്ക് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതേ ആ കാണുന്നതാണ് സ്റ്റാച്യു കേട്ടോ, ശിവൻ്റെ സ്റ്റാച്യു. ഈ ഒരു ഹില്ലൊക്കെ വെള്ളിയാങ്കിരി ഹില്ലെന്ന് പറയുന്ന ഹില്ലാണ്. അപ്പോൾ സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് ഒരു 2 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ കേട്ടോ. ഇവിടുന്ന് കാണുമ്പം അടുത്തുപോലെയുണ്ട്, പക്ഷേ 2 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരെ മുമ്പിലുണ്ട് ശിവൻ്റെ സ്റ്റാച്യു. ഇനി ഡേ ലൈറ്റ് പോയാണ്ട് ശിവൻ്റെ സ്റ്റാച്യുവിൻ്റെ അടുത്തെത്തുമ്പോഴത്തേക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റും തോന്നുന്നില്ല. അപ്പോൾ ലേസർ ഷോ, അതായത് ലൈറ്റ് ഷോ നമുക്ക് എന്തായാലും കാണാം കേട്ടോ. ഇവിടെ 7:30 ലൈറ്റ് ഷോ. ഓക്കെ, അപ്പം വ്ളോഗ് ചെയ്യുന്നതിട്ട് ചില ആൾക്കാർ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. ഒരു വയൽ പോലെ പുല്ലൊക്കെ നട്ടിട്ടുള്ള സ്ഥലമാണ്. നേരെ ശിവൻ്റെ സ്റ്റാച്യു. അപ്പം അടിപൊളി വൈബാണ് കേട്ടോ ഇവിടെ. ഒരു 5 മണിക്ക് കറക്റ്റ് എത്തണേനും. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, നല്ല അടിപൊളി വൈബാണ്. ശരിക്കും ഒരു 5 മണി ആ ഒരു ടൈം എത്തിയിട്ടുണ്ടല്ലോ. ഈ ഒരു മലേൻ്റെ താഴെ സൂര്യൻ അസ്തമിക്കുന്ന കാണാമായിരുന്നു കേട്ടോ. അങ്ങോട്ടേക്കാണ് വെസ്റ്റ് സൈഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു മലേൻ്റെ അവിടെ നിന്ന് കറക്റ്റ് ആ ഒരു സൂര്യൻ അസ്തമിക്കുന്ന ഷെയ്ഡൊക്കെ കാണാമായിരുന്നു. അപ്പോൾ എന്തായാലും ശിവ സ്റ്റാച്യുവിൻ്റെ അങ്ങോട്ടേക്ക് നടക്കട്ടെ ഗൈസ്. ഇത് ശിവൻ്റെ സ്റ്റാച്യു. അപ്പം അടുത്തടുത്ത് പോകുന്നതിന് ആൾക്കാർ ഫുൾ കൂടിക്കൂടി വരുന്നത് കേട്ടോ. അതായത് ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൻ്റെ തൊട്ടടുത്തോട്ട്.
ശ്രീ ശിവ സ്റ്റാച്യുവിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇതേപോലെ ഒരു ചെറിയൊരു ധ്യാനിക്കുന്ന എന്തോ ഒരു സംഭവമുണ്ട്. എല്ലാവരും ഇതേപോലെ ഭജനൊക്കെ പാടുന്നുണ്ട്. ഇതിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു ശിവലിംഗം പോലത്തെ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. നമുക്കൊന്ന് ശിവൻ്റെ അടുത്ത് പോയി നോക്കാം കേട്ടോ. ശിവ സ്റ്റാച്യുവിൻ്റെ അടുത്ത് പോയി നോക്കാം അവസ്ഥ എന്താണെന്ന്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കഴുത്തിലുള്ള രുദ്രാക്ഷല്ലേ അത് ഒറിജിനൽ രുദ്രാക്ഷമാണ് പോലെ. പിന്നെ ഇവിടെയായിട്ട് ശൂലത്തിൻ്റെ ഷേപ്പിലാണ് ഈ ഒരു കമ്പി വെച്ചിരിക്കുന്നത്. ഇത് ശരിക്കും ആക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റലാണ് കേട്ടോ കംപ്ലീറ്റ്. അതായത് മെറ്റൽ വെൽഡ് ചെയ്ത് അങ്ങനെ ആക്കി വെച്ചാണ്. തൊടാൻ പറ്റില്ല, തൊടാൻ എത്തൂല. യോഗ സെൻ്ററൊക്കെ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ്. അങ്ങോട്ടൊക്കെ നമുക്ക് ക്യാമറയൊന്നും കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഈ ഒരു കാളവണ്ടിയൊക്കെ കണ്ടോ, ഈ ഒരു കാളവണ്ടിയൊക്കെ നടന്നിട്ട് പോകാൻ വിഷമമുള്ളവരെ അങ്ങോട്ടൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവമാണ് ഈ ഒരു കാളവണ്ടി വരുന്നത്. അപ്പം കുറേ ആൾ അങ്ങോട്ടേക്ക് നടന്നിട്ട് പോകുന്നുണ്ട് കണ്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക്, അതായത് ആ ഒരു യോഗ നടക്കുന്നതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറുന്നില്ല. കാരണം അപ്പോഴത്തേക്ക് ഇവിടെ ലൈറ്റ് ഷോ തുടങ്ങും. 6:24 അപ്പോൾ പോയിട്ടൊക്കെ വരുമ്പോഴേക്ക് ചിലപ്പോൾ ലൈറ്റ് ഷോ ഇവിടെ സ്റ്റാർട്ടാവും. എന്തായാലും ഈ ലൈറ്റ് ഷോക്ക് വേണ്ടിയിട്ട് അവിടെ സീറ്റ് പിടിക്കാനുണ്ടാവും. Able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they call him a yogi, as he was the first one, the Adi Yogi. When his stillness lasted for years on end, curious onlookers melted away. Only 7 seekers remained, as they could not tear themselves away from him. Buddha, Buddha, Buddha,
Over 15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some movement, he danced wildly. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they called him a yogi, as he was the first one, the Adiyogi. When his stillness lasted for years on end, curious onlookers melted away. Only 7 secreted themselves away from him. He transmitted the profound science of yoga in its full depth. In this magnificent state of yoga, many mysteries of the created and the uncreated cascaded upon his unbridled wild hair. A vision of the unfathomable mysteries of the universe, a most overwhelming vision the sages and Devi Parvati had ever witnessed. Devi Parvati, seeing Adiyogi reveling in ecstatic states, said, "I want to have what you have. Show me the way." Adiyogi absorbed her and made her a part of himself, and hence he is the Ardhanari, the ideal man, where one half of him is woman.
spectacular being is not of the past, but the future of humanity. To move humanity from hallucinations of ups and downs to nameless ecstasies of one's interiority. Mahadevaya Namaha, Mahadevaya Namaha. Namaskaram. We are glad to announce that cultural offerings and Adiyogi Devadarsanam will happen every day at 7 p.m. whenever the Adiyogi premises is open. கலை நிகழ்ச்சிகள் Dhyanalingam can visit now. Dhyanalingam will remain open until 8 p.m. இதுவரை தியானலிங்கம் தரிசனம் செய்யாதவர்கள் இப்பொழுது தரிசிக்கலாம். ഗൈസ് അപ്പം കൃത്യം 30 മിനിറ്റാണ് ഈ ലൈറ്റ് ഷോ ഉണ്ടായത്. അടിപൊളി ലൈറ്റ് ഷോ ആയിരുന്നു. ഈ ക്യാമറയിൽ കാണുന്ന പോലെയൊന്നല്ല. ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം സാധാ രീതിയിൽ നോക്കി. നല്ല ഇഫക്റ്റാണ് കേട്ടോ. അതായത് ഒരു ആ ലൈറ്റ് ഷോ ശരിക്കും നേരിട്ട് കാണണം, എന്നാലേ ആ ഒരു ലൈറ്റ് ഷോൻ്റെ എഫക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ എന്നാൽ ലൈറ്റ് ഷോ ഒക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കണ്ടോ ഒരു നീല കളർ ലൈറ്റ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇവിടെ ഇതുവരെ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഒന്ന് ഈ ലൈറ്റ് ഷോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. അത്രയ്ക്കും അടിപൊളിയാണ്. ഞാൻ വ്ളോഗ് ചെയ്യുന്നതായിട്ട് കുറേ ആൾക്കാർ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് ഷോ കഴിഞ്ഞതിന് ശേഷം കുറേ ആൾക്കാർ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. അവിടെ എന്തോ പ്രസാദം അങ്ങനെ എന്തോ ഉണ്ട് തോന്നും. ഇവിടെ 8:30ക്കാണ് ക്ലോസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ചോദിച്ച്. അപ്പോൾ 8:30ക്ക് ഇവിടുന്ന് ഒരു ബസ് ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ഒരു 2 മിനിറ്റ് നടക്കേണ്ട ദൂരമുണ്ട്. അവിടുന്ന് ഒരു ബസ് ഉണ്ട് നേരെ കോയമ്പത്തൂർ ടൗണിലേക്ക്, ഗാന്ധിപുരം സ്റ്റാൻഡിലേക്കാണ് അവർ പോകുക. അപ്പം ഇപ്പോൾ എല്ലാ ലൈറ്റ് ഷോ എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇത് ഫോട്ടോഷൂട്ടിൻ്റെ ആ ഒരു ഇതെല്ലാം ഉണ്ട്. കംപ്ലീറ്റ് ആൾക്കാർ ഫോട്ടോഷൂട്ട് എടുക്കുന്നതാണ്. പിന്നെ ലൈറ്റ് ഷോൻ്റെ ഇത് കണ്ടോ, ഇവിടെ നിന്നാണ് ലേസർ വന്നത് കേട്ടോ. ഇവിടെ ഒരു ലേസറിൻ്റെ ഒരു പില്ലറുണ്ട്. പിന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടോ അവിടെ ഒരു ലേസറിൻ്റെ പില്ലറുണ്ട്. ഇതൊക്കെയാണ് ബോക്സ്, അതായത് സൗണ്ട് വരുന്ന ബോക്സാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് മെല്ലന പോകുന്നതാണ്. നമ്മളെ വണ്ടി തപ്പിയിട്ട് ഇങ്ങനെ നടക്കുന്ന കേട്ടോ. ഇതേ ദൂരെ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളെ വണ്ടി. അപ്പോൾ ഇവിടെ നിന്നല്ലേ 14D എന്ന് പറഞ്ഞ ബസ് ഉണ്ട് കേട്ടോ. ഇതേ അവിടെ നിൽക്കുന്നുണ്ടോ ആ ബസ് നേരെ ഗാന്ധിപുരം സ്റ്റാൻഡ്, കോയമ്പത്തൂർ ഗാന്ധിപുരം സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. ഗൈസ് അങ്ങനെ ഇവിടുന്ന് പുറപ്പെട്ടു കേട്ടോ. അതായത് ഇനി നേരെ കോയമ്പത്തൂരേക്കാണ്. അപ്പോൾ ഫ്രണ്ട് കണ്ടോ കംപ്ലീറ്റ് ബ്ലോക്കാണ്. അപ്പോൾ ഈ ഒരു ബ്ലോക്കിൽ നിന്ന് നമ്മൾ ഈ ഒരു റോഡ് കീയാൻ തന്നെ ഏകദേശം ഒരു അരമണിക്കൂർ എടുക്കും. അതായത് പുറത്തേക്ക് ഇറങ്ങുന്നത് ഏറ്റവും ലാസ്റ്റ്, അതായത് ക്ലോസ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത് ഏറ്റവും നല്ലത് കേട്ടോ. കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനാണ് ഇരിക്കുന്നതെന്ന്. സംഭവം എന്ന് വെച്ചാൽ ഇത് കണ്ടോ കംപ്ലീറ്റ് ട്രാഫിക് ബ്ലോക്കാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുറേ ആൾക്കാർ അവിടെ ഇരുന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം ഇറങ്ങുന്നത്. അപ്പോൾ ഒറ്റ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ നോക്കിയാട്ടെ കംപ്ലീറ്റ് ബ്ലോക്കാണ് കേട്ടോ. 2 ട്രാക്കും ബ്ലോക്കാണ് ഗൈസ്. അപ്പോൾ ഒരുപാട് മലയാളി വണ്ടികളുണ്ട്. ഈ പോകുന്ന റൂട്ടിൽ തന്നെ ആ ഫ്രണ്ട് പോകുന്ന വണ്ടി KL വണ്ടിയാണ്. കുറേ ട്രാവലറിൽ വന്നിട്ടുണ്ട് ആൾക്കാർ. ഈ ബസ്സാണ് ഞാൻ പറഞ്ഞത് 14D എന്ന് പറഞ്ഞ ബസ്. റെയിൽവേ സ്റ്റേഷൻ ടു ഇഷ സെൻറ്റർ കേട്ടോ. അതായത് റെയിൽവേ സ്റ്റേഷൻ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡ്, അവിടുന്ന് നേരെ ഇഷ സെൻറ്ററിലേക്ക് പോകുന്നതാണ് 14D എന്ന് പറഞ്ഞ ബസ്. അപ്പോൾ ട്രെയിനിലൊക്കെ വരുന്നുണ്ടെങ്കിൽ 14D എന്ന് പറഞ്ഞ ബസ്സിൻ്റെ അകത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ ഇഷ യോഗ സെൻറ്ററിൻ്റെ ആ കവാടത്തിൻ്റെ അവിടുത്തെ വരെ എത്തിക്കുന്നതാണ് ഗൈസ്. അപ്പം ഇതൊരു അങ്ങനെ അധികം ആളൊന്നുമില്ലാത്ത ഏരിയ ആണ്. അപ്പോൾ ഹോട്ടലൊക്കെ കുറവായിരുന്നു. അപ്പോൾ ആ ഒരു യോഗ സെൻറ്ററിൽ നിന്ന് നേരെ കോയമ്പത്തൂരേക്കുള്ള ആ ഒരു റൂട്ടിൽ ഇത് കണ്ടോ ആര്യാസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഹോട്ടലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇഷ യോഗ സെൻറ്റർ. അപ്പം വരുന്ന വഴിക്ക് തന്നെയാണ്. ഇനി നമുക്ക് പോകേണ്ടത് കേരളത്തിലേക്ക് പോകേണ്ടത് ഈ വഴിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഒരു ഹോട്ടൽ റൈറ്റ് സൈഡായിട്ട് കാണാം. പിന്നെ വേറെ ഒരു ഹോട്ടലും ഇല്ല, നല്ല നീറ്റുള്ള ഹോട്ടലൊന്നും ഈ ഒരു ഭാഗത്തില്ല. ചെറിയ തട്ടുകട പോലത്തേലാണ്. അപ്പോൾ ഇവിടുന്ന് ധൈര്യത്തിൽ വിശ്വസിച്ച് കഴിക്കുക കേട്ടോ. ആര്യാസ് റെസിഡൻസി ലോഡ്ജിങ് ഹോട്ടൽ എന്നെല്ലാം പറഞ്ഞിട്ട് ഇവിടെ ബോർഡ് ഉണ്ടാവും.
ഗൈസ് അപ്പം ഫുഡ് കഴിച്ചു കേട്ടോ. ശരിക്ക് ഇത് ഒരു റെസിഡൻസി കൂടിയാണ്, അതായത് നിൽക്കുന്ന ഹോട്ടൽ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറമാണ് ഭക്ഷണമൊക്കെ ഉള്ളത്. നല്ല കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. പൊറോട്ടയുണ്ട്, പിന്നെ ചപ്പാത്തി, പിന്നെ ബിരിയാണി ഉണ്ട്, പിന്നെ മസാല ദോശ, നെയ് റോസ്റ്റ്, അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. ഇനി എൻ്റെ വണ്ടി എടുക്കണമെങ്കിൽ ഈ ഒരു ആന്ധ്രാപ്രദേശ് വണ്ടി നീക്കിയാൽ എടുക്കാൻ പറ്റും. ഇവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് പോയിട്ടുണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആണ് ആ ഒരു ലൈറ്റിംഗ് ഷോ കേട്ടോ. അപ്പോൾ എന്തായാലും ആരും വന്നിട്ടില്ലെങ്കിൽ ഒന്ന് വന്ന് കാണുക. അപ്പോൾ എന്തായാലും വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.